ഉരുൾപൊട്ടി എല്ലാവർക്കും അറിയാലോ. ഞാൻ 15 ദിവസം രാവും പകൽ 2 ആൾ പണിയെടുത്ത ഒരാളാണ്. നമ്മളെല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചു ഇല്ലേ? അതിന്റെ ഫലമായി ഒരുപാട് പേര് രക്ഷപ്പെട്ടില്ലേ? പക്ഷെ ആ രക്ഷാപ്രവർത്തനത്തിന് വന്ന ആൾക്കാർ ഇതുപോലെ വീടുകളിൽ പ്രാർത്ഥിച്ചിരിക്കുകയാണെങ്കിൽ എത്ര പേര് രക്ഷപ്പെടും? മരിക്കും, എല്ലാ എണ്ണം മരിക്കൂലേ? അപ്പൊ ഇപ്പം ഇവിടെ നേരത്തെ കുറെ പേരുണ്ട് ഇവിടെ. അപ്പൊ ദൈവവിശ്വാസി പറഞ്ഞപ്പോ എല്ലാരും കൈയടിച്ചു, ഞാനും കേട്ടു. ഞാൻ ഇവരെ കൂടെ വന്നല്ല. അതിൽ ഏത് ദൈവമാണ് ഒറിജിനൽ ശരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ തമ്മിൽ തനിച്ചാവും. ഞാൻ കാണുന്നതാണ്. ഞാൻ ഒരു യാത്രകനാ. യുപിയിലോ എവിടെയോ പോയി കഴിഞ്ഞാൽ കാണുന്നതാണ് മതത്തിന്റെ പേര് തമ്മിൽ തല്ലുന്നത്. നിങ്ങൾ ഇപ്പൊ കൈയടിച്ചൊക്കെ തമ്മിൽ തല്ലും. ഞാൻ ഉസ്താദിന്റെ മോനെ, എനിക്കറിയാം. മനസ്സിലായില്ലേ? ഞാൻ കാര്യം പറയാം. ഞാൻ പഠിച്ചോണ്ട് പറയാം. ഇതൊരു മൊബൈൽ ഫോണാണ്. ഇപ്പൊ ഇതിൽ ഒരാൾ എന്നോട് പറയാണ് ഈ ഫോണ് ഞാൻ ഉണ്ടാക്കിയതാണ്, ഈ ഫോൺ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന്. ഞാൻ വിശ്വസിച്ചു, സത്യമാണ്. ആയിരിക്കും. എനിക്ക് ഫോണൊന്നും അറിയില്ല. ഈ ഫോണ് ഇന്ന ആൾ ഉണ്ടാക്കിയാണ്. പിന്നീട് ഞാൻ വിവരം വെച്ചിട്ട് ഈ ഫോണിനെ കുറിച്ച് പഠിക്കുമ്പോ ഇന്ന ആള് പറയാണ്, ഇന്ന ആള് പറഞ്ഞതുപോലല്ല ഈ ഫോണിന്റെ ഫംഗ്ഷൻ, ഇന്ന ആള് പറഞ്ഞതുപോലല്ല ഈ ഫോൺ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇന്ന ആളെ വിശ്വസിക്കണോ? ഞാൻ MSc സൈക്കോളജി കഴിഞ്ഞ ഒരാളാണ്. ഞാനൊരു ഉസ്താദിന്റെ മോനാ. അതായത് ഞാൻ 5 വർഷം പള്ളി പോകുന്നില്ല, 4 നേരമെങ്കിലും പോകും. എനിക്ക് ആക്സിഡന്റായി. എനിക്ക് പല അവകാശമുണ്ട്. എനിക്ക് ആക്സിഡന്റായി ആയ ശേഷം ഞാന് ഖുർആൻ മലയാളത്ത് പഠിച്ചു. നിങ്ങൾ ഖുർആൻ മലയാളത്ത് പഠിച്ചു പോവാ. ഇവിടെ സുന്നി മുജാഹിദൊക്കെ ഇല്ലേ? ഞാൻ ചോദിക്കട്ടെ, നബിദിനം ആഘോഷിക്കുന്നത് ആരാമാണെന്ന് ഒരു വിഭാഗം മറ്റു പറയുന്നുണ്ട്. അവർ തന്നെ ഒരു ധാരണയില്ല. ഞാൻ ഉസ്താദിന്റെ മോനെ, എനിക്കറിയാം. ഞാൻ പറയട്ടെ, കേൾക്കട്ടെ. ഞാൻ പറഞ്ഞോട്ടെ. ഇവരുടെ അടികൂടാണ്. എന്നെ ആരും ഇതിലേക്ക് കൊണ്ടുവന്നല്ല. ഞാൻ പഠിച്ച കാര്യം. നമ്മളൊരു കാര്യം പറയുമ്പോ നിങ്ങൾ പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാൻ ഇവരോട് പറയാനേ, നിങ്ങൾക്ക് അവരോട് ചോദിക്കാമെങ്കിൽ ഇവർക്ക് അവരോട് ചോദിക്കാമെങ്കിൽ എനിക്ക് ഇവരോട് ചോദിക്കാം. ഞാനൊരു ഇന്ത്യ പൗരനാണ്. ഇവിടെ ജനിച്ച അല്ലേ? ശരി.